വയനാട് അമരക്കുനിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ഊട്ടിക്കവലയിൽ ആടിനെ കടിച്ചുകൊന്നു. പായ്ക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെയാണ് കടുവ കൊന്നത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ കടുവ ആടിനെ ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു. അതേസമയം കടുവയെ പ്രദേശത്ത് കാപ്പിത്തോട്ടത്തിൽ കണ്ടെത്തി. കടുവയെ തുറസായ സ്ഥലത്തെത്തിച്ച് മയക്കുവെടി വെക്കുമെന്ന് വയനാട് DFO അറിയിച്ചു. കഴിഞ്ഞ ദിവസം തൂപ്രയിലും കടുവ ഒരാടിനെ കൊന്നിരുന്നു. ഇതോടെ അമരക്കുനിയിൽ കടുവ പിടിച്ച വളർത്തുമൃഗങ്ങളുടെ എണ്ണം 4ആയി. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം തുടരുകയാണ്. കുങ്കിയാനകളെ അടക്കം പ്രദേശത്ത് കഴിഞ്ഞ ദിവസം എത്തിച്ചിരുന്നു. 3 കൂടുകളും സ്ഥാപിച്ചിരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി തുറക്കുന്നതിൽ തീരുമാനം ഇന്ന്. 2 ദിവസത്തിനകം സമാധി പൊളിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. പ്രതിഷേധിച്ച ഹൈന്ദവ സംഘടനകളുമായി പോലീസ് ചർച്ച നടത്തും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ്, ഇന്നലെ നാടകീയ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിലെന്തായാലും വളരെ ദുരൂഹമായിട്ടുള്ള ഒരു കാഴ്ചകൾ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളടക്കം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു നെയ്യാറ്റിൻകരയിൽ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ട്.